എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം നൃത്തരൂപമായി ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രമുഖ നടിയെ സമീപിച്ചു എന്നാണ്. അപ്പോൾ ആ നടി 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ഒരു നൃത്തം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ അവരുടെ പ്രൊഫഷണൽ ഫീസായിട്ട് ആവശ്യപ്പെട്ടുവെന്നാണ്. ആ തുക വളരെ കൂടുതലായതുകൊണ്ട് അത് കൊടുക്കണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും അവരെ ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് ഒരുപക്ഷെ മറ്റൊരാളെ കണ്ടെത്തിയിട്ടായിരിക്കാം അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ നടി കലോത്സവ രംഗത്ത് നിന്ന് വളർന്നു വന്നയാളാണ്, നൃത്ത മത്സരങ്ങളിലൊക്കെ തന്നെ സമ്മാനം കിട്ടിയ ആളാണ്. അങ്ങനെയാണ് ആ നടി സിനിമയിലേക്ക് വന്നത്. ഇപ്പോൾ അവർക്ക് പണമായി, പ്രശസ്തിയായി. പക്ഷെ അവർക്ക് ഇപ്പോഴും അഹങ്കാരമാണ് എന്നും അതേപോലെ തന്നെ പണത്തിനോട് അവർക്ക് ആർത്തിയാണ് എന്നുമാണ് മന്ത്രി പറയുന്നത്. തന്നെയുമല്ല, ഇങ്ങനെ 5 ലക്ഷം രൂപ, അതും 10 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു നൃത്തരൂപം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ചോദിച്ചിരിക്കുന്നത് കൊണ്ട് അവർ കേരളത്തിലുള്ള 47 ലക്ഷം വിദ്യാർത്ഥികളെ അപമാനിച്ചിരിക്കുകയാണ്, കേരളത്തിനോട് അഹങ്കാരം കാട്ടിയിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ പണം ചോദിക്കുന്നത് തെറ്റാണോ? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കലാകാരിയെ സംബന്ധിച്ചിടത്തോളം, ഇനി മറ്റേതൊരു പ്രൊഫഷനാണെങ്കിലും ആ പ്രൊഫഷനിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്തെങ്കിലും ഒരു സേവനം അവർ മറ്റൊരാൾക്ക് നൽകുന്ന സമയത്ത് അതിന് പ്രൊഫഷണൽ ഫീസ് ആവശ്യപ്പെടുക എന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അവർ ചില ഘട്ടങ്ങളിൽ അത് ആവശ്യപ്പെടുന്നത് ഒഴിവാക്കിയേക്കാം, സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തേക്കാം, ഏതെങ്കിലും ഡിസ്കൗണ്ട് റേറ്റിൽ നടത്തി കൊടുത്തേക്കാം. അതെല്ലാം തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. അപ്പോൾ ഒരു കട ഉദ്ഘാടനത്തിന് ഒരു സിനിമാ നടനെ സമീപിക്കുമ്പോൾ അദ്ദേഹം അതിനൊരു തുക പറയുകയും ആ തുക തന്നെ എല്ലായിടത്തും വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യാറില്ല. അപ്പോൾ അത് പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണനകൾ ഉണ്ടായിരിക്കാം. ഇനി സർക്കാരുമായി സഹകരിച്ച് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്ന സമയത്ത്, അതിൻ്റെ അഡ്വക്കേറ്റ് ആകുന്ന സമയത്ത് ഒക്കെ തന്നെ ഈ ആൾക്കാരൊക്കെ തന്നെ ഒരുപക്ഷെ പണം വാങ്ങുന്നുണ്ടാകാം, അതല്ല എങ്കിൽ പണം വാങ്ങുന്നുണ്ടാവില്ല, ഇനി അതല്ല എങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ അവർ പണം വാങ്ങുന്നുണ്ടാകാം. ഇതൊക്കെ തന്നെ അവരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്, വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു കുറ്റം പറയേണ്ടുന്ന കാര്യമില്ല. സംസ്ഥാന സർക്കാർ ഒരു നടിയെ സമീപിക്കുന്നു, ആ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. ആ തുക കൂടുതലാണ് എന്നോ അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഈ സർവീസ് നൽകണം എന്നോ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ട് എങ്കിൽ അവരെ ഒഴിവാക്കി മറ്റൊരാളിനെ സമീപിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടുന്ന ശരിയായ കാര്യം. അതല്ലാതെ താൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തിന് പ്രൊഫഷണലായിട്ടുള്ള ഫീസ് ആവശ്യപ്പെടുക എന്നതിൻ്റെ പേരിൽ ഒരാളിനെ അപമാനിക്കുക എന്ന് പറയുന്നതോ കുറ്റം പറയുക എന്ന് പറയുന്നതോ അവർക്ക് അഹങ്കാരമാണ്, അവർക്ക് പണത്തിനോട് ആർത്തിയാണ് എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നുള്ളത് മന്ത്രി മനസ്സിലാക്കണം. ഇനി 10 മിനിറ്റ് നൃത്തം ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്നത് നൃത്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. 10 മിനിറ്റ് നിരവധി വിദ്യാർത്ഥികളെയൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കൊറിയോഗ്രാഫി ചെയ്യുക എന്ന് പറയുന്നതിന് അത് എത്ര സീസൺഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് എങ്കിലും അതിൽ കുറേയധികം സമയം അവർ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ കുറേ ദിവസങ്ങൾ, ഓരോ ദിവസവും കുറേ മണിക്കൂറുകളൊക്കെ തന്നെ ഇതിനുവേണ്ടി അവർ ചെലവഴിക്കും. തന്നെയുമല്ല, ഒരു നൃത്തരൂപവുമായി സഹകരിച്ചു പോകുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ, അവരുടെ അസിസ്റ്റൻസ് അവിടെ ഉണ്ടാകും. അങ്ങനെ നിരവധി ആൾക്കാർ അവിടെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ വരുന്ന ചെലവ് എന്താണോ ആ ചെലവ് ഞങ്ങൾ നൽകാം എന്ന് സർക്കാർ അങ്ങോട്ട് ഓഫർ ചെയ്യുന്നതാണ് അതിലെ ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു കാര്യം. അതിവിടെ നടന്നിട്ടുണ്ടോ എന്നതുപോലും അറിയില്ല. വീണ്ടും പറയട്ടെ, ഒരാൾ ജോലി സംബന്ധമായ ഒരു കാര്യത്തിന് പ്രൊഫഷണൽ ഫീസ് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് നെവർ ഡു ഇറ്റ് ഫോർ ഫ്രീ എന്നുള്ള ഒരു തത്വം തന്നെയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് എങ്കിൽ അത് ആർക്കും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന്. ഇനി സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ സർവീസ് വോളണ്ടറി ആയിട്ട് നൽകുക, അതിന് പ്രതിഫലം പറ്റാതിരിക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ സ്വാഗതാർഹമായിട്ടുള്ള നടപടിയാണ്. പക്ഷേ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ചിന്തിക്കണമെന്നോ അങ്ങനെ പ്രവർത്തിക്കണമെന്നോ എന്ന് നമുക്ക് ശഠിക്കാൻ പാടില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള ഫീസ് ചോദിച്ചതിൻ്റെ പേരിൽ ഒരാളിന് അഹങ്കാരമാണെന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികളോട് അവർ അഹങ്കാരം കാണിച്ചിരിക്കുകയാണ്, അവർക്ക് പണത്തിനോട് ആർത്തിയാണ് എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. അത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രസ്താവനയാണ് എന്നുള്ളത് മന്ത്രി ശിവൻകുട്ടി തന്നെ മനസ്സിലാക്കണം. ഇനി ഈ നടിയും കലോത്സവ രംഗത്ത് കൂടി തന്നെ മികവ് തെളിയിച്ചു വന്നയാളാണ് എന്നോ നൃത്ത മത്സരങ്ങളിൽ വിജയിയായ ആളാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് മന്ത്രി അർത്ഥമാക്കുന്നത് എന്നെനിക്കറിയില്ല. അങ്ങനെ കലോത്സവ രംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നൃത്ത മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൗജന്യമായി തന്നെ നൽകണം എന്നൊക്കെ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, അത് ആ ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. പണം അവർക്ക് വാങ്ങാം, വാങ്ങാതിരിക്കാം, സാധാരണ നിരക്കിൽ വാങ്ങാം, ഉയർന്ന നിരക്കിൽ വാങ്ങാം, കുറഞ്ഞ നിരക്കിൽ വാങ്ങാം. ഇതെല്ലാം പേഴ്സണൽ ചോയ്സാണ്.
സംസ്ഥാന സർക്കാരോ കലോത്സവമോ ഈ ഒരു വ്യക്തിയോട് ഡിപ്പെൻഡൻ്റ് അല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ സൗജന്യമായിട്ട് തന്നെ നൃത്തം ചിട്ടപ്പെടുത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ടാകാം. അവരുടെ സേവനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ പ്രൊഫഷണൽ ഫീസ് ചോദിച്ചതിൻ്റെ പേരിൽ ഒരാളിനെ അപമാനിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി മന്ത്രി ശ്രീ ശിവൻകുട്ടി ഓർക്കേണ്ടതാണ്. അതായത് കലോത്സവ രംഗത്ത് തിളങ്ങി നിന്നതോ അല്ലെങ്കിൽ നൃത്ത മത്സരങ്ങളിൽ വിജയിയായതോ ആ കലാകാരിയുടെ മാത്രം നേട്ടമാണ്. അതല്ലാതെ സർക്കാർ അവർക്ക് നൽകിയിരുന്ന ഒരു ഔദാര്യമല്ല. അവർ മറ്റു പല ആൾക്കാരോടൊപ്പം തന്നെ ഈ മത്സര രംഗത്ത് വന്നു. അവർ നല്ല രീതിയിൽ മത്സരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ തന്നെ സെലക്ട് ചെയ്തിരുന്ന ജഡ്ജസ്, ആ ഒരു പാനൽ, ഇവരാണ് വിജയി എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അവർ കിരീടം നേടിയത്. അതല്ലാതെ സർക്കാർ അവർക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സൗജന്യം ചെയ്തു കൊടുത്തതല്ല. അത് അവരുടെ പ്രതിഭയുടെ അംഗീകാരമായിരുന്നു, അവരുടെ കഴിവിനുള്ള അംഗീകാരമായിരുന്നു, അവരുടെ സമർപ്പണം, അവരുടെ പരിശീലനം, അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അതല്ലാതെ അക്കാര്യത്തിൽ സർക്കാർ അവർക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സൗജന്യമൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. പിൽക്കാലത്ത് ഇതേ സൗജന്യം തിരിച്ച് അവരും സർക്കാരിനോട് ചെയ്യണം എന്ന് പറയാൻ. ഇതൊക്കെ തന്നെ ഈ രാഷ്ട്രീയക്കാരായി നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ചില ആനുകൂല്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് നൽകിയതാണ്, അതുകൊണ്ട് തന്നെ അവർ ആ കാര്യം നമുക്ക് ആവശ്യമുള്ള സമയത്ത് തിരിച്ചു നൽകണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്കൊക്കെ തന്നെ പിന്നിലുള്ളത്. അതല്ല എങ്കിൽ പ്രൊഫഷണൽ ഫീസ് ചോദിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ആളിനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആളാണ് എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിലത്തേക്ക് അവർ വലിയ അഹങ്കാരിയാണ്, അവർക്ക് പണത്തിനോട് ആർത്തിയാണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം തെറ്റാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ സർക്കാരിൻ്റെ പല കേസുകളും വാദിക്കുന്നതിന് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് മുന്തിയ അഭിഭാഷകരെ കൊണ്ടുവരാറുണ്ട്. സർക്കാരിന് തന്നെ ഗവൺമെൻറ് പ്ലീഡർമാരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സേവനം ഉപയോഗിക്കാതെ പല സുപ്രധാന കേസുകളിലും പുറത്തുനിന്ന് ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ ആവശ്യമുള്ള മറ്റു വക്കീലന്മാരെ കൊണ്ടുവരാറുണ്ട്. ആ ഇനത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും കോടിക്കണക്കിന് പണം പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നുമുണ്ട്. ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു അഭിഭാഷകനെ സമീപിക്കുന്നു എന്ന് കരുതുക. ആ അഭിഭാഷകനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നു, എത്ര റേറ്റിൽ നിങ്ങൾക്ക് ഒരു സിറ്റിങ്ങിൽ അപ്പിയർ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റ് പറയുന്നു, 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം എന്ന് പറയുന്നു. നമുക്ക് അത് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ നമ്മൾ പുറത്തു വന്നതിന് ശേഷം ഇന്ന അഭിഭാഷകന് പണത്തിനോട് ആർത്തിയാണ്, അതല്ല എങ്കിൽ അദ്ദേഹം വന്ന വഴി മറക്കുന്നു എന്ന രീതിയിലത്തേക്ക് പറയുമോ? മുൻപ് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും കേസ് വാദിച്ചിട്ടുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹം വീണ്ടും നമുക്ക് ഡിസ്കൗണ്ട് തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമോ? ഇതൊക്കെ തന്നെ പ്രൊഫഷണലായിട്ട് ഒരാൾ എങ്ങനെയാണ് അയാളുടെ ജോലി കൈകാര്യം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെയൊന്നും തന്നെ ചോദ്യം ചെയ്യേണ്ടുന്ന കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുകയാണ്. ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് നമ്മളൊരു നടനെയും നടിയെയും സമീപിക്കുന്നു. അവരുടെ റേറ്റ് കൂടുതലാണ് എങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള ആൾക്കാരെ കണ്ടെത്തുന്നു എന്നതിനപ്പുറത്തേക്ക് പുറത്തേക്ക് മാറിയിട്ട് ഇവരെല്ലാവരും തന്നെ വലിയ വില ചോദിക്കുകയാണ്. ഇവർക്ക് മുമ്പ് ഈ റേറ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരെ വളർത്തിയത് നമ്മളാണ്. നമ്മൾ സിനിമ കണ്ടതുകൊണ്ടാണ് ഇവരെല്ലാം വളർന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പണമൊന്നും ഇവർ ചോദിക്കാൻ പാടില്ല എന്നൊന്നും തന്നെ പറയാൻ പാടില്ല. ഇനി ഈ പറഞ്ഞതിൽ തന്നെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് സ്വന്തമായിട്ട് ഗവൺമെൻറ് പ്ലീഡർമാരുണ്ടായിട്ടും അവരുടെ സേവനം വിനിയോഗിക്കാതെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് അവർ ചോദിക്കുന്ന പണം കൊടുത്ത് കേസ് നടത്തുന്ന സർക്കാരാണ് നമ്മുടേത്. അപ്പോഴാണ് ഇവിടെ അയാൾ നൃത്തം പഠിപ്പിക്കാം, 10 മിനിറ്റുള്ള നൃത്തം പഠിപ്പിക്കാം, എൻ്റെ ഫീസ് 5 ലക്ഷമാണ് എന്ന് പറയുന്ന സമയത്ത് അത് കൊടുക്കില്ല, ഞങ്ങൾ ഇതിനേക്കാൾ കൂടിയ തുക മാത്രമേ മറ്റ് കേസുകളിൽ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത്. തന്നെയുമല്ല, ഇവിടെ മന്ത്രി ശ്രീ ശിവൻകുട്ടി ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, അവർ ഒരു സേവനം നൽകാം എന്നും അതിനുള്ള പ്രതിഫലം ഇത്രയാണ് എന്നുമാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന പല വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സേവനം നൽകാതെ 1.25 കോടി രൂപ മാസപ്പടി വാങ്ങുന്ന പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതും സംസ്ഥാന സർക്കാരിന് കൂടി താല്പര്യമുള്ള ചില കമ്പനികളിൽ നിന്നാണ് അത് കൊടുക്കുന്നത് എന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് പണം ചോദിച്ചതിൻ്റെ പേരിൽ, പ്രൊഫഷണൽ ഫീസ് ചോദിച്ചതിൻ്റെ പേരിൽ ഒരാളിനെ മാറ്റി നിർത്തുക, ഒരാളിനെ അപമാനിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നും അവരുടെ സേവനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ആ റേറ്റ് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അവരെ മാറ്റി മറ്റൊരാളെ പരിഗണിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയാതിരിക്കുക. പിന്നെ അവർ കലോത്സവത്തിൽ നൃത്തരംഗത്തൊക്കെ വിജയിച്ചിരിക്കുന്നത് അവരുടെ കഴിവുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സൗജന്യം കൊണ്ടല്ല എന്നുള്ള തിരിച്ചറിവ് വിദ്യാഭ്യാസ മന്ത്രിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.